ഹായ് എവരി വൺ. തംബ്നെയിലിൽ പാരാഫ്രേസിംഗ് എന്നുള്ളൊരു വേർഡ് കണ്ടതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് അല്ലേ? ശരിയാണ്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പാരാഫ്രേസിംഗ് ടെക്നിക്സ് ആണ്. എന്തിൻ്റെ? PT റൈറ്റിങ്ങിൻ്റെ. ഇപ്പോൾ PT എക്സാം ഒക്കെ ഓൾറെഡി അറ്റൻഡ് ചെയ്തവർക്ക് പാരാഫ്രേസിംഗ് എന്ന് പറയുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ്. പക്ഷേ ഈ ഒരു എക്സാം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക്, അത് PT ആയിരിക്കണമെന്നില്ല, ഏതൊരു ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി ടെസ്റ്റ് ആയാലും അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് പാരാഫ്രേസിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഈ പാരാഫ്രേസിംഗ് എന്താണ്, എന്തിനാണ് ഈ പാരാഫ്രേസിംഗ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എങ്ങനെ പാരാഫ്രേസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പാരാഫ്രേസ് ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകളുണ്ട്, അതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എന്നിട്ട് എങ്ങനെ പ്രോപ്പർ പാരാഫ്രേസിംഗ് നടത്തി നല്ലൊരു സ്കോർ എങ്ങനെ PT എക്സാമിന് എടുക്കാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ എന്താണ് പാരാഫ്രേസിംഗ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തായിരിക്കും പാരാഫ്രേസിംഗ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എ കൈൻഡ് ഓഫ് റീറൈറ്റിംഗ്. എങ്ങനെ റീറൈറ്റ് ചെയ്യും? നമ്മൾ ഒരു സെൻറ്റൻസിൽ തന്നിരിക്കുന്ന വേർഡ്സിനെയൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ കുറച്ച് വേർഡ്സൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, പാരാഫ്രേസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റീറൈറ്റിംഗ് എ സെൻറ്റൻസ് ഓർ എ പാസേജ് ഇൻ യുവർ ഓൺ വേർഡ്സ് വൈൽ കീപ്പിംഗ് ദ ഒറിജിനൽ മീനിങ് ഇൻടാക്റ്റ്. 3 കാര്യങ്ങളുണ്ട് നമ്മൾ പാരാഫ്രേസ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് നമ്മളതിനെ റീറൈറ്റ് ചെയ്യുകയാണ്. എങ്ങനെ റീറൈറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേറെ പുതിയ വേർഡ്സ്, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ്, സിനോണിംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളിതിനെ പാരാഫ്രേസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്റൻസിൻ്റെ മീനിങ് മാറാൻ പാടില്ല. പല സ്റ്റുഡൻറ്റിനും പറ്റുന്നൊരു പ്രശ്നമാണ്, ഇവർ സിനോണിംസ് ഒക്കെ യൂസ് ചെയ്ത് എഴുതും, പക്ഷേ സെൻറ്റൻസ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും വരാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മീനിങ് മാറാതെ വേറെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് പാരാഫ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുള്ള ആക്ച്വലി പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ടെക്നോളജി ഹാസ് ട്രാൻസ്ഫോം ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പല തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിളാണ്, അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ഹാവ് ചേഞ്ച്ഡ് ഹൗ ഇൻഡിവിജ്വൽസ് ഇൻട്രാക്ട് ഇൻ ടുഡേയ്സ് സൊസൈറ്റി. ഇനി നമുക്കിങ്ങനെ എഴുതാം, The modern world has seen a shift in communication methods due to technological advancements. ഇങ്ങനെ എഴുതാം. ഇതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, The way people communicate has been revolutionized by technology in recent times. നോക്കിക്കേ, ഈ ഒരു ഒറിജിനൽ സെൻറ്റൻസിനെ ഇങ്ങനെ 3 നമുക്ക്, ഇത് 3 ഇത് കൂടുതൽ നമുക്ക് എഴുതാം, ജസ്റ്റ് 3 എക്സാമ്പിൾസ് എടുത്തതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ? നോക്കിക്കേ, ട്രാൻസ്ഫോം എന്നുള്ളൊരു വേർഡിനെ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ചേഞ്ച് എന്നുള്ള വേർഡിലേക്ക് മാറ്റി, സെക്കൻഡ് സെൻറ്റൻസ് വന്നപ്പോൾ അതിന് പകരം ഷിഫ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു, ആൻഡ് തേർഡ് സെൻറ്റൻസിൽ റെവല്യൂഷനൈസ്ഡ് എന്ന് യൂസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഒറിജിനൽ സെൻറ്റൻസിൽ കിടക്കുന്ന ട്രാൻസ്ഫോം എന്നുള്ള വേർഡിനെ നമ്മൾ പല പല വേർഡ്സ് എടുത്തു അല്ലേ? ഇത് ഈ ട്രാൻസ്ഫോം എന്നുള്ള വേർഡിന് മാത്രമല്ല, എല്ലാ വേർഡ്സല്ല, കീവേഡ്സിനും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നോക്കിക്കേ, കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള വേർഡിനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഇൻട്രാക്റ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തു. സെക്കൻഡ് സെൻറ്റൻസ് വന്നപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എന്നാക്കി, അതായത് വേർബല്ല, അതിനെ മാറ്റി എഴുതി. അല്ലെങ്കിൽ തേർഡ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് യൂസ് ചെയ്തത്, പക്ഷേ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് കോമൺ ആയിട്ട് നോക്കി അറിയാൻ പറ്റും, ഈ ഒറിജിനൽ സെൻറ്റൻസിൻ്റെ മീനിങ് മാറാതെ വേറെ വേർഡ്സ് യൂസ് ചെയ്തും ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ടൊക്കെ നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ ഒരു റീഅറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ ബേസിക്കലി പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി PT എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു ഡൗട്ട് മൈൻഡിൽ വന്ന് കാണും, എന്തിനാണ് ഇങ്ങനെ പാരാഫ്രേസ് ചെയ്യാൻ പഠിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഒരു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ മെയിൻ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച്, 1-2 മെയിൻ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് ഒരു കണക്റ്റിംഗ് വേർഡൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ പോരേന്ന്, കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരേന്ന്. ഒബിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വന്ന് കാണും. നിങ്ങൾക്കൊരു നോർമൽ സ്കോർ അല്ലെങ്കിൽ ഒരു അറൗണ്ട് 40-45 സ്കോറൊക്കെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു 75+ അല്ലെങ്കിൽ ഒരു 79+ ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഡ്രീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പാരാഫ്രേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി
എന്തിനാണ് പാരാഫ്രേസിങ്ങിന് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ ഹാവ് ദ ആൻസർ വിത്ത് മീ. നോക്കിക്കേ, വൈ പാരാഫ്രേസിങ് മാറ്റേഴ്സ് ഇൻ PT റൈറ്റിംഗ് എന്ന് ചോദിച്ചാൽ വി ഹാവ് ഓൺലി വൺ റീസൺ, ദാറ്റ് ഈസ് ഫോർ ഗെറ്റിംഗ് എ ഹയർ സ്കോർ. നമുക്ക് നല്ലൊരു സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരാഫ്രേസിങ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് ആൻസർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചാലാണ് ബൈ പ്രിവെൻറ്റിംഗ് പ്ലേജറിസം. പ്ലേജറിസം എന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടുള്ള വേർഡ് ആയിരിക്കും. പ്ലേജറിസം എന്ന് വെച്ചാൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു വിട്ട പോലെ തന്നെ ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഒക്കെ വരുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ ഐഡിയാസ് കോപ്പി ചെയ്തിട്ട് ആൻസറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ പോരെ എന്നായിരിക്കും വരുന്നത്. എങ്കിൽ അങ്ങനെ പോരാ. അങ്ങനത്തെ പ്ലേജറിസംസ് നമ്മൾ അവോയ്ഡ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഷോ യുവർ സ്കിൽസ് ഇൻ ലാംഗ്വേജ്. ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾ എത്രത്തോളം മാസ്റ്റർ ആണെന്നുള്ളത് കാണിക്കാൻ പറ്റും. വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ആർക്കായാലും പറ്റും. അപ്പോൾ ഒരു നോർമൽ സ്കോറും കിട്ടും. അതല്ലാതെ കോപ്പി പേസ്റ്റും പ്ലേജറിസം ഒക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ വേർഡ്സ് നമ്മുടെ കയ്യിലുള്ള ലാംഗ്വേജ് ഒക്കെ ഇട്ട് പുതിയ വേർഡ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ലൊരു സ്കോർ കിട്ടും. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർ ഗെറ്റിംഗ് എ സ്കോർ ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്ത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജോ പാരഗ്രാഫോ ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കാര്യം മനസ്സിലാക്കിയാലല്ലേ അതിനെ റീഫ്രേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോംപ്രഹെൻഷൻ സ്കില്ലും കൂടെ നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി പാരാഫ്രേസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗെറ്റിംഗ് ഹൈ സ്കോർ ബൈ ഷോയിങ് എ ഗുഡ് കമാൻഡ് ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാമറും അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പാരാഫ്രേസ് ചെയ്യുന്നതിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പാരാഫ്രേസ് ചെയ്യുമ്പോഴാണ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നത്. ഇപ്പം മനസ്സിലായില്ലേ ഈ പാരാഫ്രേസിങ് ഈസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇനി പാരാഫ്രേസ് എന്താണെന്ന് നോക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ബട്ട് എഫക്റ്റീവായിട്ട് പാരാഫ്രേസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഒരുപാട് ഐഡിയാസ് ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ വന്ന് കാണും. അതെല്ലാം മറന്നേക്കുക. ഒരു 3 സ്റ്റെപ്പിലൂടെ എങ്ങനെ പ്രോപ്പറായിട്ട് പാരാഫ്രേസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദി കീവേഡ്സ് ആൻഡ് ഐഡിയാസ്. കീവേഡ്സ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്നത് മെയിൻ വേർഡ്സ് ആണ്. നമുക്ക് മീനിങ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ കൂടുതൽ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ആ വേർഡ്സിനെയാണ് നമ്മൾ മെയിൻ വേർഡ്സ് ഓർ കീവേഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് സിനോണിംസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ്. ഈ മെയിൻ വേർഡ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, അതിനൊക്കെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമിലർ വേർഡ്സ് അല്ലെങ്കിൽ സിനോണിംസ് ഇട്ട് കൊടുക്കുക. സിനോണിംസ് അറിയാവുന്നല്ലേ, പകരം നമ്മൾ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ചേഞ്ച് സെൻറ്റൻസ് സ്ട്രക്ചർ. ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. 3ഉം കൂടെ ഒരുമിച്ച് ചെയ്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഈ 3 സ്ട്രാറ്റജീസ് അവിടെ വന്നിരിക്കണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് പാരാഫ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ദ കീ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. സെൻറ്റൻസ് ആയാലും പാരഗ്രാഫ് ആയാലും പാസേജ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കീ വേർഡ്സ്. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ദ ഗവൺമെൻറ് ആഫ്റ്റർ മന്ത്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് implemented a new policy to support small businesses that were struggling due to economic challenges. ഒരു സെൻറ്റൻസ് നോർമലി PTക്കൊക്കെ വരുന്ന ഒരു മോഡൽ സെൻറ്റൻസ് ആണിത്. ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ്സ് എടുക്കുക. ദെൻ റിമൈനിങ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കിടക്കുന്ന ഐഡിയാസ് ഒന്നും നമുക്ക് വേണ്ട. അതൊക്കെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റുക. ജസ്റ്റ് കീവേഡ് മാത്രം പിക്ക് ചെയ്യുക. നോക്കിക്കേ, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ദ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ദെൻ ഇംപ്ലിമെൻറ്റഡ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അതുപോലെ തന്നെ ന്യൂ പോളിസി എന്ന് പറയുന്ന കീവേഡാണ്. ടു സപ്പോർട്ട് സ്മോൾ ബിസിനസ്. ഇതെന്തുകൊണ്ടാണ് കീവേഡായിട്ട് നമ്മൾ പിക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ദ ഗവൺമെൻറ്, ഹൂ, ആരാണ് അവിടെ ഇതെല്ലാ കാര്യങ്ങളും ചെയ്തത്? അതായത് ഹൂ എന്നുള്ള വേർഡിനാണ് അവിടെ ആൻസർ കിട്ടുന്നത്, ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട്. സോ അതൊരു കീവേഡാണ്.
ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? വാട്ട് ഡിഡ്? സോ എഗെയിൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു WH വേർഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. വാട്ട് എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആൻഡ് അഗെയിൻ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു? വാട്ട് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു? എ ന്യൂ പോളിസി. വൈ? എന്തിനാണ് ആ ന്യൂ പോളിസി ഈ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ടു സപ്പോർട്ട് ദ സ്മോൾ ബിസിനസ്സസ്. ഇപ്പോൾ കിട്ടിയോ? ഒരു സെൻറ്റൻസ് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കീവേഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ഇല്ലേ, വാട്ട്, വൈ, വെൻ, വേർ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അതിനൊക്കെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അതൊക്കെ ആയിരിക്കും ഇതിലെ കീവേഡ്സ് എന്ന് പറയുന്നത്. സോ യെസ്, ഇത്രയുള്ള കീവേഡ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് ന്യൂ പോളിസി സപ്പോർട്ട് സ്മോൾ ബിസിനസ്സസ്. അപ്പോൾ ഈ കീവേഡിനെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇങ്ങനെ പറ്റുമല്ലേ? ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് എ ന്യൂ പോളിസി ടു സപ്പോർട്ട് സ്മോൾ ബിസിനസ്സസ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇത്. ഇതാണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണോ കീവേഡ്സ് അല്ലെങ്കിൽ മെയിൻ വേർഡ്സ് അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. ആ ഫിൽട്ടർ ചെയ്തതിന് ഒരു സെൻറ്റൻസ് ആക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിളല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഈ കീവേഡ്സ് കണ്ടുപിടിച്ച് അതിനൊരു സെൻറ്റൻസ് സ്ട്രക്ചർ കൊടുത്താൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ദ സിനോണിംസ് ഓർ ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ്. നമ്മളിതിനൊക്കെ ഒന്ന് സിനോണിംസ് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒറിജിനൽ സെൻറ്റൻസ്. ഞാനിവിടെ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദി അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫ്രഷ് റെഗുലേഷൻ ടു അസിസ്റ്റ് ലോക്കൽ എൻ്റർപ്രൈസസ്. അപ്പോൾ നോക്കിക്കേ, ഗവൺമെൻറ് എന്നുള്ള വേർഡിന് പകരം അതോറിറ്റീസ് എന്ന് യൂസ് ചെയ്തു. സെക്കൻഡ് സെൻറ്റൻസ് വരുമ്പോൾ എഗെയിൻ നമ്മൾ ഗവൺമെൻറ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇതിൽ വരുന്ന ബാക്കി കീവേഡ്സിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേർഡ് സെൻറ്റൻസ് വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പകരം നമ്മൾ റൂളിംഗ് ബോഡി എന്നുള്ള സിനോണിം എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ സിനോണിംസ് ഇട്ട് എന്ത് പറയുക, ആ ഒരു സെൻറ്റൻസിലേക്ക് വേർഡ്സിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് വേർഡാണ് ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് കീ വേർഡ്. ഇംപ്ലിമെൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. സെക്കൻഡ് സെൻറ്റൻസിൽ വി യൂസ് ദ വേർഡ് അഡോപ്റ്റഡ്. ഇനി തേർഡ് വൺ വരുമ്പോൾ എഗെയിൻ നമ്മൾ ഇംപ്ലിമെൻറ്റഡ് ആണ്, പക്ഷേ ഫസ്റ്റ് വേർഡ് നമ്മളൊന്ന് മാറ്റിക്കൊടുത്തായിരുന്നു. ഇപ്പോൾ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കീവേഡ്സിന് സിനോണിംസ് ഇട്ട് കൊടുക്കുന്നതെന്ന്? ഇല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് മാത്രം എടുത്താലും നിങ്ങൾക്കറിയാൻ പറ്റും. ഗവൺമെൻറ്റിന് പകരം നമ്മൾ അതോറിറ്റീസ് യൂസ് ചെയ്തു, ഇംപ്ലിമെൻറ്റഡിന് പകരം ഇൻട്രൊഡ്യൂസ്ഡ് യൂസ് ചെയ്തു, ന്യൂ പോളിസിക്ക് പകരം ഫ്രഷ് റെഗുലേഷൻ നമ്മളെടുത്തു, ടു സപ്പോർട്ട് ദ സ്മോൾ ബിസിനസ് അതിന് പകരം ടു അസിസ്റ്റ്, ടു സപ്പോർട്ടിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ടു അസിസ്റ്റ് എടുത്തു, സ്മോൾ ബിസിനസ്സസിന് പകരം ലോക്കൽ എൻ്റർപ്രൈസസിന് എടുത്തു. അപ്പോൾ കണ്ടോ, നമുക്ക് കീവേഡ്സിന് ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് സെൻറ്റൻസ് ഒന്ന് മാറ്റിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് സ്ട്രാറ്റജി കിട്ടിയോ? ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കീവേഡ്സ് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു, ദെൻ അതിനെ ഒരു സെൻറ്റൻസ് ആക്കുന്നു. സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ കീവേഡ്സിൻ്റെയൊക്കെ സിനോണിംസ് നമ്മളിട്ട് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇത്രയും സെറ്റാണെങ്കിൽ നമുക്ക് തേർഡ് ലെവലിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ച് ദ സെൻറ്റൻസ് സ്ട്രക്ചർ. ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അങ്ങ് നമ്മൾ മൊത്തത്തോടൊന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. ഈ ഒറിജിനൽ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ്. അതിനെ നമുക്ക് പല തരത്തിൽ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് വി ക്യാൻ റീഅറേഞ്ച് ദ സെൻറ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ഈ ഒരു മീനിങ് മാറിപ്പോകാതെ നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇതിൽ സെൻറ്റൻസിൽ കിടക്കുന്ന വേർഡ്സിനെയൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് എക്സാമ്പിൾ നോക്കിയാൽ, ടു അസിസ്റ്റ് സ്മോൾ ബിസിനസ്സസ് എ ന്യൂ പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ്. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് പിടികിട്ടി എന്താണെന്നുള്ളത്? ഒറിജിനൽ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് എ ന്യൂ പോളിസി. ഈ ഒരു പോർഷൻ എങ്ങോട്ടേക്ക് വന്നു? കണ്ടോ, സെക്കൻഡ് പോർഷനിലേക്ക് വന്നു. സോ ഇങ്ങനെ നമുക്ക് ഐഡിയാസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഐഡിയാസിനെ ആകാം, വേർഡ്സിനെ ആകാം, അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സെൻറ്റൻസിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, യൂസ് ഡിഫറെൻറ്റ് ക്ലോസസ് ഓർ ഫ്രേസസ്. അതായത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇൻ ആൻ എഫേർട്ട് ടു എയ്ഡ് സ്മോൾ ബിസിനസ്സസ്. അതെന്തിൻ്റെ ചേഞ്ചാണ്? അതായത് ടു സപ്പോർട്ട് സ്മോൾ ബിസിനസ്, അതിനെ നമ്മൾ മൊത്തത്തോടെ ഒന്ന് റീഫ്രേസ് ചെയ്തതാണ്. ഇൻ ആൻ എഫേർട്ട് ടു എയ്ഡ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് അങ്ങ് മാറ്റി. ദെൻ ഈ ഫസ്റ്റ് പോർഷൻ, ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് എ ന്യൂ പോളിസീനെ നമ്മൾ
ദ ഗവൺമെൻറ് എൻഫോഴ്സ്ഡ് എ ന്യൂ പോളിസി എന്നാക്കി. ഇപ്പോൾ കണ്ട നമുക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ റീഅറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ ക്ലോസുകളും ഫ്രേസുകളൊക്കെ യൂസ് ചെയ്യും. അതിനെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് കൺവേർട്ട് ആക്റ്റീവ് ടു പാസീവ് വോയിസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഈ ഒരു സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഇനി പാസീവ് വോയിസിലാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാം. നോക്കിക്കേ, എ ന്യൂ പോളിസി വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു സപ്പോർട്ട് സ്മോൾ ബിസിനസ്സസ്. ഇത് ഒറിജിനൽ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലായിരുന്നു. അതിനെ നമ്മൾ റീഫ്രേസ് ചെയ്തപ്പോൾ പാസീവ് വോയിസിലേക്ക് വന്നു. ഇപ്പോൾ മനസ്സിലായില്ല ആ ഒരു 3 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കീവേഡ്സ് കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മളൊരു സെൻറ്റൻസ് ആക്കുന്നു. ഈ കീവേഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഈ ഐഡിയയിൽ നമ്മൾ സിനോണിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് റീഫ്രേസ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ അങ്ങോട്ട് മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ പാരാഫ്രേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയോ? ഇനി ഇത് കിട്ടിയെങ്കിൽ ഇങ്ങനെ പാരാഫ്രേസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്കുകളുണ്ട്. ആ ഒരു കോമൺ മിസ്റ്റേക്കുകളും കൂടെ അവോയ്ഡ് ചെയ്താൽ മാത്രമേ ഈ പാരാഫ്രേസിങ് എഫക്റ്റീവ് ആവുള്ളൂ. മിസ്റ്റേക്കായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്കോർ കൂടുമോ? ഇല്ലല്ലോ. നമ്മൾ എന്തിനാണ് ആക്ച്വലി പാരാഫ്രേസിങ് യൂസ് ചെയ്യുന്നത്? സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ്റ്റേക്ക് വരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വരുത്തുന്ന ചില കോമൺ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോപ്പിയിങ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും, 1-2 വേർഡ്സ് മാത്രം അങ്ങോട്ട് മാറ്റി കൊടുക്കും, ഒന്ന് റീപ്ലേസ് ചെയ്യും. അങ്ങനെ 1-2 വേർഡ്സ് മാത്രം റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും പ്രോപ്പർ പാരാഫ്രേസിങ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്കോർ കയറത്തുമില്ല. നോക്കിക്കേ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടെക്നോളജി ഈസ് ഇവോൾവിങ് റാപ്പിഡ്ലി. ഇതിനെ പാരാഫ്രേസിങ് ആണെന്ന് കരുതി ടെക്നോളജി ഈസ് ഗ്രോവിങ് റാപ്പിഡ്ലി എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ സ്കോർ കിട്ടില്ല. കാരണം ഇതൊരു പ്രോപ്പർ പാരാഫ്രേസിങ് ആയിട്ടില്ല. നമ്മുടെ 3 സ്ട്രാറ്റജീസിൽ ഒരു സ്ട്രാറ്റജി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എന്താണ്? കീവേഡ് കണ്ടുപിടിച്ചിട്ട് സിനോണിം യൂസ് ചെയ്യുന്നു. അത് മാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഈ പറഞ്ഞ നമ്മളിതിനു മുമ്പ് പറഞ്ഞു വിട്ട 3 സ്ട്രാറ്റജീസും കൂടെ അറ്റ് എ ടൈം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് പാരാഫ്രേസിങ് പ്രോപ്പർ ആകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്കൊരു 70+ അല്ലെങ്കിൽ 75+ സ്കോർ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ, ഈ ഒരു സെൻറ്റൻസിനെ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ്സ് ആർ ഒക്യൂറിങ് ഇൻ ടെക്നോളജി, അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെൻറ്റൻസിനെ ഒന്ന് റീഫ്രേസ് ചെയ്യാം. വിച്ച് സിംപ്ലി മീൻസ് ദാറ്റ് ഒരു വേർഡ് മാത്രമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ. ദെൻ സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂസിങ് ഇൻകറക്റ്റ് സിനോണിംസ്. അറിയാലോ, ഈ സിനോണിംസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അല്ലെങ്കിൽ എല്ലാ സിനോണിംസും അല്ലെങ്കിൽ എല്ലാ വേർഡ്സും നമുക്ക് എല്ലാ സിറ്റുവേഷനിലും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം മീനിങ് മാറിപ്പോകും. ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. നോക്കിക്കേ, ഹി വാസ് ഫയർഡ് ഫ്രം ഹിസ് ജോബ്. നമ്മൾ പറയുന്നതാണ് എന്താ അതിൻ്റെ മീനിങ്? ഹി വാസ് ഫയർഡ് ഫ്രം ഹിസ് ജോബ് എന്ന് വെച്ചാൽ ആ ജോലിയിൽ നിന്ന് അവനെ പിരിച്ചു വിട്ടു എന്നാണ്. അതാണ് മീനിങ് വരുന്നത്. എന്ന് കരുതിയിട്ട് ഈ ഫയർ എന്നുള്ള വേർഡ് കണ്ടിട്ട് അതിൻ്റെ സിനോണിം ഇട്ട് കൊടുത്തേക്കാം എന്ന് കരുതിയിട്ട് ഇഗ്നൈറ്റഡ് എന്ന് ഇട്ട് കൊടുത്താൽ എന്താ അവിടെ മീനിങ് വരുക? ഹി വാസ് ഇഗ്നൈറ്റഡ് ഫ്രം ഹിസ് ജോബ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ആ ഒരു സിറ്റുവേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. സോ എപ്പോഴും ഓർക്കുക, നമ്മൾ സിനോണിംസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷനുമായിട്ട് ഈ വേർഡ് മാച്ച് ആവുന്നുണ്ടോ എന്നൂടെ നോക്കണം. വെറുതെ ഏതെങ്കിലും വേർഡ്സ് അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് പെറുക്കിയിട്ട് പാരാഫ്രേസിങ് ആണ് എനിക്ക് സ്കോർ കിട്ടുമെന്നും പറഞ്ഞൊന്നും നടക്കരുത്. നമുക്ക് ഹി വാസ് ഫയർഡ് ഫ്രം ഹിസ് ജോബ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിനെ ഹി വാസ് ഡിസ്മിസ്ഡ് ഫ്രം ഹിസ് ജോബ് എന്ന് പറയാം. സോ ഫയർഡിൻ്റെ എക്സാക്റ്റ് വേർഡ് വരുന്നത് ഡിസ്മിസ്ഡ് ആണ്. ഫയറിൻ്റെ സിനോണിം ആകും എന്ന് കരുതിയിട്ട് ഇഗ്നൈറ്റഡ് പോലെ അങ്ങനത്തെ ബ്ലണ്ടർ അവിടെ ചെയ്ത് വെച്ചേക്കരുത്. സോ ഓൾവേസ് റിമെമ്പർ യൂസ് കറക്റ്റ് സിനോണിംസ് ദെയർ. അല്ലെങ്കിൽ ആ ഒരു സിനോണിംസ് ആ ഒരു സിറ്റുവേഷന് പ്രോപ്പറാണ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആണെന്നെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് മിസ്റ്റേക്കാണ് ഓൾട്ടറിങ് ദ ഒറിജിനൽ മീനിങ്. അതായത് എല്ലാ സ്റ്റുഡൻസിനും, എല്ലാമെന്ന് ഞാൻ പറഞ്ഞ ഒരു 90% സ്റ്റുഡൻസിന് പറ്റുന്ന കാര്യമാണ് പാരാഫ്രേസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ മീനിങ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള മീനിങ്ങിനെ കുറേ ഇങ്ങനെ ഒമിറ്റ് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന മീനിങ് മൊത്തത്തോടെ അങ്ങ് മാറിപ്പോകും. ഇതിലേതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് മിക്കവാറും സ്റ്റുഡൻസിന് ബിഗിനിങ് ലെവലിൽ പറ്റും. അഡ്വാൻസ്ഡ് ലെവലായി കഴിയുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ പ്രോ ആകും. പക്ഷേ ബിഗിനിങ് ലെവലിൽ പറ്റാൻ പോകുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ്. ഈ ഒരു സെൻറ്റൻസ് നോക്കി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഈറ്റിംഗ് ടു മച്ച് ഷുഗർ ക്യാൻ കോസ് ഡയബറ്റീസ്. എന്താ പറയുന്നത്? ഒരുപാട് ഷുഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക, ഈറ്റിംഗ് നോ ഷുഗർ പ്രിവെൻറ്റ്സ് ഡയബറ്റീസ്. എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഈറ്റിംഗ് നോ ഷുഗർ പ്രിവെൻറ്റ്സ് ഡയബറ്റീസ്, അതായത് ഷുഗർ കഴിക്കാതിരുന്നാൽ നമുക്ക് ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ പാരാഫ്രേസിംഗ് ആണോ? അല്ലല്ലോ. ഇത് ഓപ്പോസിറ്റ് മീനിങ് അല്ലേ കൊടുക്കുക. അതായത് നമ്മുടെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിന് കാരണമാകും. ആ സ്റ്റുഡൻറ്റ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് മധുരം കഴിക്കാതിരുന്നാൽ ഡയബറ്റീസ് വരില്ല. സോ ഇത് കോൺട്രഡിക്ടറി വ്യൂ പോയിൻറ്റ്സ് ആണ്. സോ ഇതൊരു പ്രോപ്പർ പാരാഫ്രേസിംഗ് അല്ല. പകരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സസീവ് ഷുഗർ ഇൻടേക്ക് മേ ലീഡ് ടു ഡയബറ്റീസ്. അതായത് എക്സസീവ് ഷുഗർ എന്ന് പറയുന്നത് ടു മച്ച് ഷുഗറിൻ്റെ സിനോണിമാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇൻടേക്ക് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഈറ്റിങ്ങിന് പകരം നമ്മൾ ഇൻടേക്ക് യൂസ് ചെയ്തു. മേ ലീഡ് എന്ന് പറയുന്നത് ക്യാൻ കോസിന് പകരം നമ്മൾ എടുത്തതാണ്. ദെൻ ഡയബറ്റീസിന് അറിയാമല്ലോ നമുക്ക് സിനോണിംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ നൗൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരാഫ്രേസ് ചെയ്യുമ്പോൾ വരേണ്ടത്. അല്ലാതെ നമ്മളൊരു റോങ് ഐഡിയാസ് ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരരുത്. റോങ് ഐഡിയാസ് കൊണ്ടുവരരുതെന്ന് മാത്രമല്ല, ഇല്ലാത്ത ഐഡിയാസ് കൊണ്ടുവരരുത്. അതുപോലെ തന്നെ ഉള്ള ഐഡിയാസിനെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയാൻ പാടില്ല, മീനിങ് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാരാഫ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കിട്ടിയോ? ഈ കോമൺ മിസ്റ്റേക്കുകളൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു 3 സ്ട്രാറ്റജീസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ, ഒരു 75+ സ്കോർ എന്തായാലും റൈറ്റിങ്ങിന് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു പാരാഫ്രേസിങ് സ്കിൽ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് റൈറ്റിങ്ങിന് നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനൊക്കെ വേറെ കുറച്ച് സ്ട്രാറ്റജീസും കൂടെ ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് ഫോളോ ചെയ്താൽ മതി. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളിതുപോലെ റൈറ്റിങ്ങിൻ്റെതും അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂൾസിൻ്റെയും കുറേ ടിപ്പുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ പിന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇനി അടുത്ത ദിവസം കാണാം. ബൈ.